ശ്യാംജി, സജി ചെറിയാൻ രാജിവെക്കും? അതാണ് ഇന്നത്തെ ഏറ്റവും പ്രസക്തമായ ചോദ്യം. കുന്തത്തിലും കുടച്ചക്രത്തിലും ഒക്കെ തട്ടി ഒരു തവണ രാജിയുടെ സുഖം അനുഭവിച്ച ആളാണ് സജി ചെറിയാൻ. ഹൈക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഭരണഘടനയെ തൊട്ടാണ് സജി ചെറിയാൻ കളിച്ചിരിക്കുന്നത്. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തൊരു മന്ത്രി തന്നെ ഭരണഘടനയെ അവഹേളിക്കുക എന്ന എങ്ങും കാണാൻ കഴിയാത്ത, ഭാരതത്തിൽ എങ്ങും കാണാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയാണ് സജി ചെറിയാൻ നിന്നുണ്ടായത്. പക്ഷെ CPM സജി ചെറിയാനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? ഈ കഴിഞ്ഞ തവണ രാജിവെച്ചത് 2022-ൽ 2022-ലെ രാജിക്ക് ശേഷം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ആ റിപ്പോർട്ടിൽ അദ്ദേഹം ആ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, രാജിവെച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായിട്ടാണ് ഞാൻ രാജിവെക്കുന്നത്. ധാർമ്മികത, രാഷ്ട്രീയ ധാർമ്മികതയുടെ ഭാഗമായിട്ടാണ് ഞാൻ രാജിവെക്കുന്നത്. അതേ ധാർമ്മികത സജി ചെറിയാൻ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഇപ്പോഴും സജി ചെറിയാൻ രാജിവെക്കണം. കാരണം ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്, കേരളത്തിലെ ഏറ്റവും ഉയർന്ന കോടതി പറഞ്ഞിരിക്കുന്നു, സജി ചെറിയാൻ ഇതിന് അനുകൂലമായി കൊടുത്തിരിക്കുന്ന പോലീസിന്റെ റിപ്പോർട്ട്, ആദ്യം കൊടുക്കുന്ന പോലീസാണ് കൊടുത്തത്, അതായത് ബ്രിട്ടീഷുകാർ പറഞ്ഞുകൊടുത്ത് എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേതെന്ന വിമർശനം മാത്രമാണ് സജി ചെറിയാൻ ഉന്നയിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സജി ചെറിയാനെ അനുകൂലമായി പോലീസ് റിപ്പോർട്ട് കൊടുത്തത്. അതാണ് മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചത്. ആ പോലീസിന്റെ റിപ്പോർട്ടിനെയും അന്നത്തെ മജിസ്ട്രേറ്റിന്റെ തീരുമാനത്തെയും ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, DGPയുടെ നിർദ്ദേശപ്രകാരം ഒരു ക്രൈംബ്രാഞ്ചിന്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രതിവാര രാഷ്ട്രീയ നിരീക്ഷണം 100ന്റെ നിറവിൽ എന്ന മല്ലപ്പള്ളിയിൽ 2022 ജൂലൈ 3-ാം തീയതി നടന്ന പരിപാടിയാണ്. ഈ പരിപാടിയിലാണ് ഭരണഘടന ഉടുത്തത് സജി ചെറിയാൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതായിരുന്നു: ഈ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് സാധാരണക്കാരെ ചൂഷണം ചെയ്യാനുള്ള ഉപാധിയാണ്. നമ്മുടെ ഭരണഘടന എന്തോ വലിയ മഹത്തായ ഒന്നാണ് എന്ന് എല്ലാവരും പറയുന്നു. താൻ അങ്ങനെ പറയില്ല. ചില നല്ല കാര്യങ്ങൾ എന്ന രീതിയിൽ അവിടെയും ഇവിടെയും ജനാധിപത്യം മതേതരത്വം എന്ന രീതിയിൽ ജനാധിപത്യം മതേതരത്വം കുന്തം കുടച്ചക്രം എന്നൊക്കെ എഴുതി കൂട്ടിയിട്ടുണ്ട്. തനിക്ക് ഇതിനോട് താല്പര്യമില്ല. ഇതിനെ ന്യായീകരിക്കുന്നവർക്ക് ഒപ്പമല്ല താൻ. ഇതൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ. ഒന്നുകിൽ സജി ചെറിയാന് ഭരണഘടന ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം. ഭരണഘടന എന്താണെന്നും ഭരണഘടനയിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതും അതിൻ്റെ ആമുഖം മുതൽ പ്രിയാമ്പിൾ മുതലുള്ള കാര്യങ്ങൾ സജി ചെറിയാൻ ആരെങ്കിലും വായിച്ചു കൊടുക്കണം. ഇതൊക്കെ തൊട്ട് സത്യം ചെയ്തിട്ടല്ലേ, സത്യപ്രതിജ്ഞ ചൊല്ലിയിട്ടാണല്ലോ ഈ സജി ചെറിയാനൊക്കെ ഇവിടെ മന്ത്രിയായത്. KK രാമചന്ദ്രൻ നായർ 2018-ൽ മരണപ്പെട്ടതിനെ തുടർന്നാണ് ഈ സജി ചെറിയാൻ ആദ്യമായി ചെങ്ങന്നൂരിൽ നിന്ന് വന്ന് നിയമസഭ അകത്ത് നേരിൽ കാണുന്നത്. അതിന് മുമ്പ് ടിക്കറ്റ് എടുത്ത് വല്ലതും കണ്ടു കാണും. അല്ലാതെ സജി ചെറിയാൻ അകത്ത് കയറാൻ അതുവരെ ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഈ സജി ചെറിയാൻ നേരത്തെ പറഞ്ഞ ധാർമ്മികത അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും രാജിവെക്കണം. കാരണം ഉന്നത കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കാൻ കോടതി തയ്യാറല്ല. തൊട്ട് കളിച്ച ചെറിയ കാര്യത്തിലുമല്ല, ഇന്ത്യൻ ഭരണഘടനയിലാണ് തൊട്ട് കളിച്ചത്. ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന ഒരാൾക്ക്, മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരാൾക്ക് വിശ്വാസമില്ലാത്ത ഒരു ഭരണഘടനയാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നാണ് ആ മന്ത്രി പറഞ്ഞു വെച്ചത്. അന്ന് അദ്ദേഹം രാജിവെച്ചപ്പോൾ അന്ന് കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രിയും അടക്കം പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഈ തീരുമാനമെടുക്കുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ സംരക്ഷിക്കാൻ നോക്കി, പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ടു. ഇതിൽ സർക്കാരിനോട് റിപ്പോർട്ട് തേടി. ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സർക്കാരിനോട് റിപ്പോർട്ട് തേടി. 3-ാം തീയതി നടക്കുന്ന പ്രസംഗം 4-ാം തീയതി വാർത്താ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുന്നു. ഇതൊരു പ്രാദേശിക ചാനലാണ് ഇതിന്റെ ദൃശ്യം പുറത്തുവിട്ടത്. അത് പ്രാദേശിക ചാനൽ പുറത്തുവിട്ട ദൃശ്യത്തിന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ ആടൊരു ഭീകരജീവി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ, അതില് മണിയാശാനോട് തൊട്ടടുത്ത് നിൽക്കുന്ന മണിയാശാനല്ല, നമ്മുടെ അതിലെ ഇന്ദ്രൻസിനോട് തൊട്ടടുത്തിരിക്കുന്ന ആൾ പറയുന്നുണ്ട്, സഖാവേ ചാനൽ നിപ്പുണ്ട്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഷമീർ പറയുന്നുണ്ട്, ചുമ്മാ ആശാൻ വിപ്ലവം പറയുമ്പോഴാണോ കയറി ഇടപെടാൻ നിൽക്കുന്നത്, മാറിക്കിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവരുടെ ചാനലാണ് റിപ്പോർട്ട് ചെയ്തത്. ഇവരുടെ ചാനലിൽ വലിയ എടുത്തു വെച്ച് അടിച്ചപ്പോൾ ഇവരുടെ ചാനലിൽ തന്നെ അറിയത്തില്ലായിരുന്നു. ഇവരുടെ ചാനൽ എന്ന് വെച്ചാൽ കൈരളിയല്ല, അവരോട് താല്പര്യമുള്ള ഒരു പ്രാദേശിക ചാനൽ ഇതെടുത്ത് വാർത്തയാക്കി. അവർ വലിയ മാസ് പ്രസംഗമായിട്ട് എടുത്തു. റിപ്പോർട്ട് ചെയ്യാൻ പോയവരും അറിയില്ലായിരിക്കും ഇന്ത്യൻ ഭരണഘടനയെ കുറ്റം പറഞ്ഞാൽ ഇത്രയും വലിയ കുറ്റമാണെന്ന് അറിയത്തില്ലായിരുന്നു. അവരിത് വലിയ സംഭവമായിട്ട് മല്ലപ്പള്ളിയിൽ അത് നടന്നു. ഇതൊരു വലിയ സംഭവമായിട്ട് അവരെടുത്ത് വെച്ച് റിപ്പോർട്ട് ചെയ്തു. അത് റിപ്പോർട്ട് ചെയ്തതിന്റെ പ്രത്യേകത എന്താ അറിയാമോ? പ്രതിവാര രാഷ്ട്രീയ നിരീക്ഷണം 100ന്റെ നിറവിൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സജി ചെറിയാൻ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഈ തൊഴിലാളി ചൂഷണം എന്ന നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന്, ഭരണഘടന നമ്മുടെ സാധാരണക്കാരെ ചൂഷണം ചെയ്തു എന്നാണെന്ന് അദ്ദേഹം പറയും. എടാ, വാർത്താ മാധ്യമത്തിൽ ഇരിക്കുന്ന നിനക്കറിയില്ലേടാ, ഇത് ഭരണഘടനയെ പറ്റി തോന്നിയാസമാണ് ഇവിടുത്തെ മന്ത്രി വിളിച്ചു പറയുന്നതെന്ന് നിനക്കറിയില്ലേ? അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഇത് പുറത്തുവിടില്ല. ഈ ബോധ്യം സജി ചെറിയാനില്ല, അവരുടെ ചാനലുകാരനില്ല.
അവിടെ ക്യാമറമാൻ ഇല്ല. അല്ല, ഈ ഭരണഘടനയിൽ തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന ബോധ്യം ഒരുപക്ഷെ സജി ചെറിയാൻ ഈ കേസ് വന്നതിന് ശേഷമായിരിക്കും മനസ്സിലായത്. അദ്ദേഹം വിചാരിച്ച അതേതോ ബൈബിൾ എങ്ങാണ്ടാവും. അല്ല, പണ്ടൊരു കഥയുണ്ട്. ഈ കോടതി മുറിയിൽ പണ്ട് ഭഗവത്ഗീത അല്ലെങ്കിൽ ബൈബിളിലൊക്കെ തൊട്ട് ഞാൻ സത്യം മാത്രമേ പറയൂ, കോടതിയെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോ ഒരിക്കല് ഈ തൊട്ട് തൊഴുന്ന പുസ്തകം, ആ ഗ്രന്ഥം കാണാതെ പോയി. അപ്പൊ ആരോ ഈ ഗോസം പറഞ്ഞ് ഇത് പ്രശ്നമാണ്, ഇപ്പോഴല്ല പഴയ കഥയാണ്, കേട്ടുകളികളുടെ കഥയാണ്, ഈ പുസ്തകം വേണം കോടതി കൊടുത്തിരും. അപ്പൊ ആരോ എവിടുന്നോ ഇതിന്റെ ഒരു കവറൊക്കെ ഒപ്പിച്ചൊരു പുസ്തകത്തിന് ഇട്ടിട്ട് വേറൊരു പുസ്തകം, ഇത്രയും കട്ടിയുള്ള ഒരു പുസ്തകം കൊണ്ട് കൊടുത്തു. ഇത് വർഷങ്ങളോളം ഇത് തൊട്ടിട്ടാണ് ആളുകൾ സത്യം ചെയ്തത്. ഒരിക്കലും ഈ ഒട്ടിച്ചു വെച്ചിരുന്ന ഈ പുറംമോടി പൊളിഞ്ഞപ്പോ പുസ്തകം കാമസൂത്രം എന്ന് പറയുന്നത് പോലെയാണ്. സജി ചെറിയാന് ചില ഒരുപക്ഷെ അറിവുണ്ടാവില്ല ഇത് ഇത്ര വലിയ സംഭവമാണെന്ന്, ഒരു അറിവുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോ ഈ പാർലമെന്റില് ഇന്ത്യയുടെ ഭരണഘടന ഒരു വലിയ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുക. അതിൽ തൊട്ട് പ്രധാനമന്ത്രി സത്യം വണങ്ങുന്നു, പിന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ഭരണഘടനയും കയ്യിൽ പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്നു. ഇതൊക്കെ വലിയ സംസാരമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ചാനലിൽ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഇതുമായി കണക്ട് ചെയ്തിട്ട് ഒരു പുതിയ യുഗം ആരംഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ സംസാരിച്ചു. അന്നും പറഞ്ഞു ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിശ്ചയിക്കപ്പെട്ടതാണ്. അംബേദ്കർ ഭരണഘടന എഴുതുമെന്നും ആ ഭരണഘടന ഈ 2020 ശേഷം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും അത് ഭാരതത്തിലെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമാകും എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും. ഇത് പറഞ്ഞു പോകണമെങ്കിൽ ഒരുപാട് സമയങ്ങളെടുക്കും, അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അപ്പൊ എന്തായാലും സജി ചെറിയാന്റെ രാജി അത് പ്രതിപക്ഷം ആവശ്യപ്പെടുമോ? അത് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ്, ആവശ്യപ്പെടും, തീർച്ചയായും ആവശ്യപ്പെടും. കാരണം അദ്ദേഹത്തിന്റെ അന്നത്തെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ച എല്ലാവർക്കും, അന്നത്തെ പഴയ നമുക്ക് റഷ് വിഷ്വൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇവരുടെയൊക്കെ ലൈബ്രറി കാണും, ഈ സാധനം ചാനലുകാരുടെ ലൈബ്രറി കാണും. കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ധാർമ്മികത, രാഷ്ട്രീയ ധാർമ്മികതയാണ് മുൻനിർത്തുന്നത്. ആ ധാർമ്മികതയാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുന്നിൽ വെല്ലുവിളിയായി മുന്നിൽ വന്ന് നിൽക്കുന്നത്. അന്ന് ഈ രണ്ട് വകുപ്പുകൾ, ഒന്ന് ഫിഷറീസ് വകുപ്പ്, ഒന്ന് സാംസ്കാരിക വകുപ്പ്, രണ്ടും മറ്റൊരു മന്ത്രിക്ക് കൊടുക്കാൻ, മറ്റൊരു മന്ത്രിയെ നിശ്ചയിക്കാൻ പിണറായി വിജയൻ തയ്യാറായി. മാറ്റിവെച്ചല്ല, അദ്ദേഹം ഏറ്റെടുത്തു, സിഎം ഏറ്റെടുത്തു, മറ്റൊരാൾക്ക് കൊടുക്കാതെ കയ്യിൽ മാറ്റിവെച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തെ കുറ്റമുക്തനാക്കി തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും അത് കൊടുത്തത്. അന്നും ഗവർണർ പറഞ്ഞു ഇത് ശരിയല്ല, ഇതിലെനിക്ക് റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തർത്ഥത്തിലാണ് ഭരണഘടനയെ ഇദ്ദേഹം അപമാനിച്ചിട്ടില്ല എന്ന് പറയാം. ആ പ്രസംഗത്തിലെ ഓരോ വേർഡും വേണമെങ്കിൽ നമുക്കെടുത്ത് വായിക്കാം. ഈ കുന്തവും കുടച്ചക്രവും ഒക്കെ വള്ളുവനാടൻ ഭാഷയാണെന്നും ഞാൻ ആ വള്ളുവനാടൻ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വള്ളുവനാടൻ ഭാഷയിൽ കയറി അച്ഛനെ കയറി അളിയാന്ന് വിളിക്കുമോ? നമ്മളെ കൊല്ലത്തുനിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വള്ളുവനാടൻ ഭാഷ ആരംഭമാണ്. അവിടെ എന്റെ അറിവിലില്ല. എന്തായാലും ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് കളിച്ച സജി ചെറിയാൻ വാക്കുകളൊന്ന് വായിക്കട്ടെ. അന്നത്തെ പ്രസംഗം നമ്മൾ എടുത്തിട്ടുണ്ട്. മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വച്ചിരിക്കുന്നതെന്ന് നമ്മൾ എല്ലാവരും പറയും. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറയും, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യത്ത് ഏതൊരാൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ആദ്യത്തെ സാധനം, അതായത് ഭരണഘടന അംഗീകരിക്കില്ല എന്ന്. 2, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഭരണഘടനയെന്ന് ഞാൻ പറയും. 2, ഇതിൻ്റെ മൂക്കും മൂലയിലുമെല്ലാം കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം, മതേതരത്വം, കുന്തം, കുടച്ചക്രം എന്നെല്ലാം എഴുതി വെച്ചു എന്നതല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം. 3, ഒഫൻസ് 3, തൊഴിലാളികളുടെ സമരം പോലും അംഗീകരിക്കാത്ത രാജ്യമാണ് ഇന്ത്യ. അതിന് കാരണം ഇന്ത്യൻ ഭരണഘടനയാണ്. ഒഫൻസ് 4, തൊഴിലാളി ചൂഷണത്തെ അംഗീകരിക്കുന്ന ഭരണഘടന. ഒഫൻസ് 5. ഇഷ്ടം പോലെ ഉണ്ട് ഇത്. രാജ്യത്ത് അംബാനിയും അദാനിയും എല്ലാം വളർന്നു വരാൻ കാരണം ഇന്ത്യൻ ഭരണഘടന അവർക്ക് നൽകുന്ന പരിരക്ഷയാണ്. അവർക്കെതിരെ എത്ര പേർ സമരം ചെയ്യാൻ പറ്റും? കോടതിയും പാർലമെന്റും എല്ലാം മുതലാളിമാർക്ക് ഒപ്പമാണ്. മുതലാളിമാർക്ക് അനുകൂലമായി മോദി സർക്കാരിനെ പോലുള്ളവർ തീരുമാനമെടുക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇന്ത്യൻ ഭരണഘടന അവർക്കൊപ്പമാണ് എന്നതിന്റെ തെളിവാണ്. ഇതാണ് ഒഫൻസ്. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമല്ല, വലിയ കാര്യങ്ങളാണ്. ഒന്നുകിൽ സജി ചെറിയാനെ കുറിച്ച് വലിയ ധാരണയില്ല. സംഭവം അതാണ്, ധാരണയുള്ള ഒരാൾ. അതായത് ഈ അബദ്ധങ്ങൾ പലതരത്തിൽ പറ്റാം. അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അത് ഒന്നും അറിയാത്തവനും അബദ്ധം പറ്റാം, എല്ലാം അറിയാവുന്നവനും അബദ്ധം പറ്റാം. ഈ എല്ലാം അറിയാവുന്നവനും പറ്റുന്ന അബദ്ധം മനഃപൂർവ്വം ഉണ്ടാക്കുന്ന, വിവാദത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന അബദ്ധമായിരിക്കും. ഈ ഒന്നും അറിയാത്തവൻ മണ്ടത്തരം പറയുന്നതായിരിക്കും. സജി ചെറിയാൻ മണ്ടത്തരം പറഞ്ഞു. അതാണ് അദ്ദേഹത്തിന് ഈ ഇത്രയും മണ്ടത്തരങ്ങൾ ഭരണഘടനയെ പറ്റി തള്ളിവിടുന്ന സജി ചെറിയാന്
ഈ പറയപ്പെടുന്ന സ്ഥാനത്ത് തുടരാൻ അർഹനാണോ എന്ന് വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ തീർച്ചയായും അദ്ദേഹം ഇറങ്ങിപ്പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ താങ്കളുടെ വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ അല്ല അപമാനിച്ചിരിക്കുന്നത്. ഈ രാജ്യത്തെ ഇത്രയധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ലാർജസ്റ്റ് ഡെമോക്രസിയാണ് ഇന്ത്യ. ഈ രാജ്യം ജനാധിപത്യത്താൽ നിലനിൽക്കാനുള്ള കാരണം തന്നെ ഈ ഭരണഘടന. ആ ഭരണഘടനയാണ് താങ്കൾ, അതായത് രാജ്യത്തിന്റെ ആശ്രിത്വത്തെയാണ് താങ്കൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. താങ്കൾ മാന്യതയുണ്ടെങ്കിൽ, ധാർമ്മികതയുണ്ടെങ്കിൽ, താങ്കൾ ഒരു മന്ത്രിയാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ എത്രയും വേഗം ആ മന്ത്രിമന്ദിരം വിട്ട് താങ്കളുടെ വസതിയിലേക്ക് മടങ്ങണം. ചെങ്ങന്നൂർ MLA ആയിട്ട് നിൽക്കാനുള്ള ഭാഗ്യം, ചെങ്ങന്നൂർ MLA ആയി നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല. അതെ 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 MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതെ 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 ആ ഘട്ടത്തിലെങ്കിലും എത്തട്ടെ. ഈ മതേതരത്വ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വന്ന് ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് പറയുന്നത് കുന്തം കുടച്ചക്രം ജനാധിപത്യം മതേതരത്വം. എന്തായാലും സജി ചെറിയാന് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ. സജി ചെറിയാനെ ചേർത്ത് പിടിക്കുന്ന പിണറായി പഠിപ്പിച്ചു കൊടുക്കട്ടെ. അതെ, അത്രയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും ഇതിന് ശേഷം എന്താണ് ഈ സാധനം എന്ന്. ഉറപ്പായും വിവാദമായ രാത്രിയിൽ PA വിളിച്ചു വന്നിട്ടുണ്ടാവും, ഈ ഒരു പുസ്തകം എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് വരുമോ. എനിക്കറിയാവുന്ന ഒരു വലിയ നേതാവ് ഉണ്ടായിരുന്നു, ഒരു നേതാവ്. ആ നേതാവിന്റെ വസതിയിൽ ഞങ്ങൾ ചിലപ്പോൾ വാർത്തയ്ക്ക് ബൈറ്റ് എടുക്കാൻ പോകും. നേതാവ് ഇരിക്കുന്ന മുറിയിൽ നിന്ന് നേരെ ഒരു പുറകുവശം ലൈബ്രറി പോലൊരു ഷോക്കേസ് നിറയെ പുസ്തകങ്ങളാണ്. ഇതിലെല്ലാം വളരെ എന്താ പറയുക, വളരെ ഫേമസ് ആയിട്ടുള്ള ടെക്സ്റ്റുകളാണ് അടുക്കിയിരിക്കുന്നത്. ഒരുപാട് വർഷം ഞാൻ അദ്ദേഹത്തിന് ബൈറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു ബുക്ക് പോലും മാറിയിരുന്നിട്ടില്ല. അതായത് മൂന്നാമതിരിക്കുന്ന ബുക്ക് ആ മൂന്നാമത് തന്നെ ഇരിക്കും, അഞ്ചാമതിരിക്കുന്ന ബുക്ക് അഞ്ചാമത് തന്നെ ഇരിക്കും. അതൊന്നും അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങത്തില്ല. എല്ലാത്തിനും ഒരേ പൊസിഷനും ആയിരിക്കും. അത് കൃത്യമായിട്ടൊരു ജോലിക്കാരുണ്ട്, അവരെന്ത് ചെയ്യുന്ന ചെയ്ത് എല്ലാം തുടച്ചു വെക്കും, അവിടെ തന്നെ വെക്കും. അല്ലെ, ഇതിനകത്ത് ഈ ശ്യാംജി ഈ കഥ പറഞ്ഞപ്പോൾ മറ്റൊരു കഥയും കൂടെ പറയാം. എന്നോടൊരു കലാകാരൻ പറഞ്ഞു, ഒരു സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിന്റെ ഹോള് മുഴുവൻ വീണ, വയലിൻ, തമ്പുരു ഇങ്ങനെയുള്ള വാദ്യോപകരണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഫ്ലൂട്ട്, വിവിധ തരത്തിലുള്ള ഫ്ലൂട്ടുകൾ, അങ്ങനെ വാദ്യോപകരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച. അപ്പം സംഗീതത്തിലൊക്കെ എനിക്ക് വലിയ താല്പര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പറയാൻ തുടങ്ങി. ആദ്യം ഒരു വീണ കാണിച്ചു കൊടുത്തു, ഇത് ഞാൻ ഇന്നടുത്ത് വാങ്ങിയതാണ്. എന്നിട്ട് മുകളിൽ ഇരിക്കുന്ന തമ്പുരു കാണിച്ചു, ഈ വീണ ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഒരു വയലിൻ കാണിച്ചു കൊടുത്തത്, ഈ വീണ കർണാടകയിൽ നിന്ന് വാങ്ങിയതാണ്. അതായത് എല്ലാത്തിനും പുള്ളിക്ക് വീണ, ആ കാറ്റഗറി വരുന്ന എല്ലാത്തിനും പുള്ളിക്ക് ആകെ അറിയാവുന്ന പേര് വീണ എന്ന് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. ഒന്നെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വിവരം ഉണ്ടാകണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകണം. സജി ചെറിയാൻ നല്ല ബുദ്ധി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.